ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ വേറൊരു പോട്ടിലൂടെ ആക്കാമെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം, ആ ചട്ടി നിറച്ചിട്ട് പ്ലാന്റ് വളർന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ആകെ എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും കാരണവശാൽ ചീത്തയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റേ പിന്നെ കിട്ടത്തില്ല, പിന്നെ വേറെ എവിടെന്നെങ്കിലും നമ്മൾ വാങ്ങേണ്ടി വരും. സോ നമ്മൾ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു മൂടൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിലെങ്കിൽ അത് കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ അതൊന്ന് രണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം. ഒരു തയ്യോ ഒരു കമ്പോ മാറ്റി വെക്കാൻ ശ്രമിക്കണം. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ വെക്കാറ് തണ്ടാണ്. തണ്ട് കിഴങ്ങോട് കൂടി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം തണ്ട് മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കിഴങ്ങോട് കൂടി വെക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ചീത്തയായി പോകാൻ പറ്റുന്നൊരു പ്ലാന്റ് ആയത്. കാരണം ഒന്നാമത്തെ കാരണം, ഇതിന് ഒട്ടും ഒരു ത്രാണിയില്ലെന്ന് നമ്മൾ പറയത്തില്ല, അതുപോലൊരു പ്ലാന്റാണ്. കാരണം ഒരുപാട് അങ്ങ് വെയിലത്താണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. അതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോകും. അതുകൊണ്ട് നല്ല കെയറിങ്ങോടുകൂടി വളർത്തേണ്ട ഒരു പ്ലാന്റാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പോൾ ഞാൻ കരുതി ഇതിനകത്ത് 1-2 മൂട് മാറ്റിയിട്ട് വേറെ ഒന്നിലൂടെ വെക്കാൻ. അപ്പം നമ്മളിത് തണ്ട് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. സോ ഞാനിത് സൂക്ഷിച്ചെടുത്തപ്പോൾ കിഴങ്ങോട് കൂടി തന്നെ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു തണ്ട് കിട്ടി. അപ്പം ഞാൻ കരുതിയത് വളരെ ചെറുതാണ്, അപ്പം ഒരു തണ്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു തണ്ടും കൂടെ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ഒരു കിഴങ്ങോട് കൂടി അത് കിട്ടി. പിന്നെ അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പോട്ടിലോട്ട് കിഴങ്ങോട് കൂടി വെക്കാം. ഈ കിഴങ്ങോട് കൂടി വെച്ചാലെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമുക്കത് പ്ലാന്റ് പിടിച്ച് കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒരുപാട് വെയിലത്തും വെക്കാതിരുന്നാൽ എന്തായാലും ആ കിഴങ്ങോട് കൂടിയുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ആ പ്ലാന്റ് ഫുള്ളായിട്ട് പിടിച്ച് കിട്ടും. സോ മാറ്റിയത് 2 തൈ. അപ്പോൾ ആ കിട്ടിയ 2 കിഴങ്ങോട് കൂടിയ പ്ലാന്റ് മാറ്റിയിട്ട് ബാക്കി ആ ചട്ടി നിൽക്കുന്ന പ്ലാന്റ് അതിൽ തന്നെ അങ്ങ് വെച്ചതാണ്. അപ്പം ബാക്കി ഞാൻ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മണ്ണിട്ട് കൊടുക്കാതെ ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ആ പോട്ടിലേക്ക് നമുക്ക് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പ്ലാന്റ് നമുക്ക് ഉറപ്പിച്ചതിനകത്ത് നിർത്താം. ചകിരിച്ചോറാകുമ്പോൾ ഒരു തണുപ്പ് കിട്ടുമല്ലോ പ്ലാന്റിന്. അത് മാത്രമല്ല ഇപ്പം ഭയങ്കര ഉണക്കല്ലേ. സോ ഇപ്പം ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നം വരത്തില്ല. അപ്പം ഞാൻ ചകിരിച്ചോറിട്ടിട്ട് ആ പൊട്ട് ഫില്ലാക്കി കൊടുത്തു. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഒരു എന്തെങ്കിലും നിർദ്ദേശങ്ങളെങ്ങാനും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് ആ പോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിനകത്ത് 3/4 ഭാഗത്തോളം മണ്ണുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ ആ കിഴങ്ങിപ്പം നമ്മൾ ആ ഇളക്കുന്ന സമയത്ത് ആ കിഴങ്ങ് കാണുന്ന ഒരു പരുവത്തിലപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ കിഴങ്ങ് കാണാത്ത രീതിയിൽ ചകിരിച്ചോറിട്ട് മൂടി കൊടുത്താൽ മതി. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഇലയായതുകൊണ്ടായിരിക്കണം ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കരുതിയത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച കിഴങ്ങോട് കൂടിയ പ്ലാന്റില്ലേ, അത് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചട്ടിയിൽ ഓൾറെഡി ഒരു ഇത്തിരി മണ്ണൊക്കെ ഇരുന്ന് കുറച്ചൊരു മറ്റേ നമ്മുടെ ഇലച്ചെടിയായിട്ടുള്ള മറ്റേ ചെറിയ പൂ പിടിക്കുന്ന ഒരു 4 മണി ചെടിയില്ലേ, അത് വെച്ചിരുന്നേ. പക്ഷേ അതങ്ങ് ചീത്തയായിപ്പോയി, ഒരുപാട് നാൾക്ക് മുമ്പ് വെച്ചത്. അപ്പോൾ ഞാൻ കരുതി അത് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് കരിയിലയും, ഞാൻ ഏത് പ്ലാന്റ് നട്ടാലും അതിൻ്റെ ഏറ്റവും ബേസിൽ കരിയിലയായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ കുറച്ച് കരിയില ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു അരമുക്കാൽ ഭാഗത്തോളം കരിയില ഇട്ട് കൊടുക്കും. അതിനകത്ത് മണ്ണിടുന്നില്ല, കരിയിലയും കുറച്ച് ചകിരിച്ചോറിടാം. കാരണം ഈ ഉണക്ക സമയത്ത് മണ്ണിനേക്കാളും നല്ലത് ചകിരിച്ചോറിടുന്നതായിരിക്കും. അപ്പം ഏറ്റവും അടിയിൽ കുറച്ച് ഉണങ്ങിയ കരിയിലയും പിന്നെ കുറച്ച് ചകിരിച്ചോറൂടാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ കിഴങ്ങോട് കൂടിയ പ്ലാന്റ് ഒരുപാട് അങ്ങ് താഴ്ത്തി വെക്കേണ്ട കാര്യമില്ല, കിഴങ്ങ് മറയുന്ന രീതിയിൽ ചകിരിച്ചോറിട്ട് കൊടുത്താൽ മതി. ഈ 2 പ്ലാന്റും ഞാൻ ഒരുമിച്ച് ഒരു ചട്ടി തന്നെ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഒരെണ്ണം ചെറിയ പ്ലാന്റ്, പിന്നെ വേറൊരു ചട്ടിയിലോട്ട് ആക്കേണ്ട കാര്യമില്ല. അതിലേക്ക് തന്നെ 2 പ്ലാന്റും ഞാൻ വെച്ച് കൊടുത്തു.
നമ്മൾ നേരത്തെ ആ ചെറിയ പോട്ടിൽ നിന്ന് മാറ്റിയ 4 മണി ചെടിയില്ലേ, അത് നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് ആക്കി വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ലോണം പൂട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നന്നായിട്ട് 2-3 പീസസ് ആക്കിയതിന് ശേഷം ഓൾറെഡി ഇവിടെ ഇരുന്നൊരു പോട്ടിലേക്ക്, ഓൾറെഡി വേറെ ചെടി ചൈനീസ് ബോൾസ് ഇരിക്കുന്നൊരു പോട്ടിലേക്ക് അതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ആ പോട്ടിലേക്ക് കുത്തിക്കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ റീപോർട്ട് ചെയ്ത 2 ചട്ടിയിലേക്കും ബട്ടർഫ്ലൈ പ്ലാന്റ് ഇരിക്കുന്ന ചട്ടിയിലേക്കും അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2-3 ദിവസത്തേക്ക് തണലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊന്ന് ആ ചട്ടിയായിട്ടൊന്ന് പരിചയമായിട്ട് വരട്ടെ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ഉഷാറായി വന്നോളും. പിന്നെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ എപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാലും എൻ്റെ പുറകിൽ നിന്ന് മാറാത്ത ഒരാളാണ് ഈ പൂച്ച. ഞാൻ നോക്കുന്നത് മനസ്സിലായി, അന്നേരേ പോകും. കഴിഞ്ഞ വീഡിയോയിൽ ഇവളുണ്ട്. അപ്പോൾ ബൈ.